സ്ത്രീ ജീവനക്കാർക്ക് കൂടുതൽ സൗകര്യവും പരിഗണനയൊക്കെ നൽകി സൗദി തൊഴിൽ നിയമങ്ങളിൽ കുറേയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് സൗദി തൊഴിൽ മന്ത്രാലയം. ഇന്നത്തെ വീഡിയോയിൽ അതേക്കുറിച്ച് പറയാം. പ്രത്യേകിച്ച് സ്ത്രീ ജീവനക്കാർക്ക് പ്രസവാവധി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന കമ്പനികളുമായി ബന്ധപ്പെട്ട് അവരുടെ പെരുമാറ്റം ഗുരുതരമായ കുറ്റമായി കണക്കാക്കുന്നതടക്കമുള്ള മാറ്റങ്ങളാണ് പുതിയ തൊഴിൽ നിയമ മാറ്റങ്ങളിൽ കൊണ്ടുവരുന്നത്. സൗദി തൊഴിൽ മന്ത്രാലയമാണ് ഇതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. 3000 റിയാൽ പിഴ ചുമത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ സ്ത്രീ ജീവനക്കാരുടെ പ്രസവാവധി നിഷേധിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ ഉണ്ടാകും. ഇനി ഇത്തരം ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന സ്ത്രീ ജീവനക്കാരുടെ എണ്ണം ഇരട്ടിയാണെങ്കിൽ അതിനനുസരിച്ച് പിഴ സംഖ്യയും ഇരട്ടിയാകും എന്നും ഇതിൽ പറയുന്നുണ്ട്. സ്ത്രീ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് ശിശു സംരക്ഷണ സംവിധാനങ്ങൾ ഒരുക്കുക എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നാണ്. ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് 50 അതിലധികമോ വനിതാ ജീവനക്കാരുണ്ടെങ്കിൽ അവരുടെ 6 വയസ്സിൽ താഴെ കുറഞ്ഞത് 10 കുട്ടികളെങ്കിലും ഉണ്ടെങ്കിൽ സ്ഥാപനത്തിൽ നഴ്സറിയോ ശിശു സംരക്ഷണ കേന്ദ്രങ്ങളോ ഒരുക്കി നൽകേണ്ടത് കമ്പനി ഉടമയുടെ പരിധിയിൽ തന്നെ വരുന്ന കാര്യമാണ്. ഇങ്ങനെ സംവിധാനം ഒരുക്കിയില്ലെങ്കിൽ സ്ഥാപന ഉടമയ്ക്കെതിരെ 3000 റിയാൽ പിഴ ചുമത്തുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു മാറ്റം, ജീവനക്കാർക്കുള്ള യൂണിഫോം ഡ്രസ് കോഡ് പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ പരമാവധി 3 ലക്ഷം റിയാൽ വരെ പിഴ ശിക്ഷ ലഭിക്കാം എന്നുള്ളൊരു മാറ്റമാണ്. ജോലി സ്ഥലത്തെ മോശം പെരുമാറ്റ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയാൽ 1000 മുതൽ 3000 റിയാൽ വരെ പിഴ ചുമത്തും എന്നുള്ളൊരു കാര്യമാണ്. ലൈസൻസ് ഇല്ലാത്ത റിക്രൂട്ട്മെന്റ് ഔട്ട്സോഴ്സിംഗ് പ്രവർത്തനങ്ങൾക്കും സൗദികളെ നിയമിക്കുന്നതിലെ ക്രമക്കേടുകൾക്കും വലിയ പിഴയാണ് പുതിയ ചട്ടങ്ങൾ നിർദ്ദേശിക്കുന്നത്. മന്ത്രാലയ ലൈസൻസ് ഇല്ലാതെ റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ തൊഴിൽ സേവനങ്ങളിൽ ഏർപ്പെടുന്നതിന് 2 ലക്ഷം മുതൽ 2,50,000 റിയാൽ വരെ പിഴ ചുമത്തും. ലൈസൻസ് ലഭിക്കാതെ സൗദികളെ ജോലിക്കെടുക്കുന്നതിന് 2 ലക്ഷം റിയാൽ പിഴ ചുമത്താം. മതിയായ അനുമതിയോ ലൈസൻസോ ഇല്ലാതെ ഒരു തൊഴിലാളിയെ മറ്റൊരാളുടെ കീഴിൽ ജോലിക്ക് വിടുന്നത് 10,000 മുതൽ 20,000 റിയാൽ വരെ പിഴ ചുമത്തുന്ന കാര്യമാണ്. തൊഴിൽ മേഖലയിൽ കൂടുതൽ സ്ത്രീ പങ്കാളിത്തം ഉറപ്പാക്കുക, സ്ത്രീ ജീവനക്കാർക്ക് കൂടുതൽ സംരക്ഷണം ഉറപ്പാക്കുക, അതുപോലെ തന്നെ സൗദിയിലെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ക്രമീകരണത്തിൽ കൂടുതൽ നിയമാനുസൃതമായി സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് സൗദി തൊഴിൽ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ സൗദിയിൽ ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരും.